ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കൊള്ളി ചിപ്സ്. അത് പറഞ്ഞാൽ മരച്ചീനി, കപ്പ എന്നൊക്കെ പറയും, പൂളക്കിഴങ്ങ് എന്നും പറയും. അതുകൊണ്ടുള്ള ചിപ്സാണ് ഉണ്ടാക്കാൻ പോണത്. പുഴുക്കി ഉണക്കിയ ശേഷം എണ്ണയിലിട്ട് വറുത്ത് മുളക് പൊടിയൊക്കെ തൂകി പണ്ടുണ്ടാക്കുന്ന ഒരു തരം വറ്റലാണിത്. ഇപ്പൊ പച്ചയിലും എണ്ണയിലിട്ട് വറുത്ത് ചിപ്സ് ഉണ്ടാക്കും. ഇത് പുഴുക്കി ഉണക്കി ഉണ്ടാക്കുന്നത്. ഇത് എത്ര കാലം വേണമെങ്കിലും എടുത്തു വെക്കാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള സമയത്ത്. പണ്ടൊക്കെ എങ്ങനെ പറഞ്ഞാൽ ഇത് പുഴുക്കി ഉണക്കി വെക്കും. ഉണക്കി വെച്ച ശേഷം എണ്ണയിൽ വറുത്ത ശേഷം മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് തൂകിയിട്ട് നമ്മൾ തിന്നും. പിന്നെ ഇതിനെ വെള്ളത്തിൽ കുതിർത്തിയ ശേഷം കടുക് എണ്ണയൊക്കെ താളിച്ച ശേഷം ഇങ്ങനെ ഉപ്മാവ് മാതിരി ഉണ്ടാക്കി തിന്നും. ഇതിനെ വളരെ ടേസ്റ്റാണ് അതൊക്കെ. ശരിക്കുട്ടി മുറിക്കുക, നടുവന്ന് മുറിക്കുക. ആ സിജു മുറിച്ചു എന്നാ. സിജു സ്പീഡിൽ മുറിച്ചുകൊണ്ടിരിക്കുക, കണ്ടില്ലേ? ആ ശരിക്കുട്ട ഭാഗം മുറുക്കി നമുക്ക് തൊലി ചെത്തണം, കഴുകണം, പുഴുക്കണം, ഉണക്കണം. പല പണികളുണ്ട് ശരിക്കുട്ട. ശരിക്കുട്ടി പല പല അളവുകളിലൊക്കെയാണ് മുറിക്കണത്, കൃത്യൊന്നുമില്ല അളവിന്. എനിക്ക് പണിയുണ്ടാക്കി തരുകയാണ് ചിരിക്കുട്ടി. ചിരിക്കുട്ടിനെല്ലാം തൊലിച്ച് മാമ ചെത്തി കൊടുക്കും, ഇങ്ങനെ മുറിച്ച് ആക്കി കൊടുക്കും. കിഴങ്ങിനെയൊക്കെ പകുതി തൊലിച്ച് കൊടുക്കും. അപ്പോൾ ചിരിക്കുട്ടൻ പിന്നെ അതിനെ മുഴുവൻ തൊലിക്കും. കത്തിയും കൊണ്ട് ഒരു അടയാളം ഉണ്ടാക്കി കൊടുത്താൽ മതി. കൂടുതലാക്കിയ സിജുവിൻ്റെ കൈ പൊട്ടിയാൽ അതാണ്. കത്തി കൊടുത്ത സിജുവിൻ്റെ കൈ പൊട്ടിയാലാവട്ടെ ഞാൻ കത്തി കൊടുക്കണ്ട. അങ്ങനെ ഒരു വിധം ആയി കൊടുത്താൽ പിന്നെ സിജു അതിനെടുത്ത് ക്ലിയർ ആക്കും. ആ ശരി. മതി കുറച്ചും നമുക്ക് അതാക്കും. അങ്ങനെ വലിച്ചു തുറക്കണം കേട്ടോ, അല്ലെങ്കിൽ ആവി വരും. ഇതാ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ഇതിന് ചീകണ്ട പാകത്തിൽ വെന്തിട്ടുണ്ട്. അങ്ങനെ നെയ്സിൽ മുറിക്കണം കേട്ടാ, അപ്പോഴാണ് വറുക്കുമ്പോൾ നന്നായി പൊള്ളിക്കിട്ടുള്ളൂ. കിഴങ്ങ് അധികം വേകാൻ പറ്റില്ല ശരിക്കുട്ട, മുറിച്ചാൽ കിട്ടില്ല. എന്നാൽ വേകാണ്ടിരുന്നാലേ പൊള്ളുകയും ചെയ്യില്ല. ഇതിൽ കിഴങ്ങിൽ പിടിക്കണം, അല്ലെങ്കിൽ മാമാൻ്റെ കൈ പോകും. കിഴങ്ങിൽ വിരൽ വയ്ക്കും. ഇനി അടുത്തത് ചീകുട്ടി മുറുക്കി. ഞാൻ ചെത്തിപ്പിക്കുകയാണ്. ശുചിക്കുട്ടിനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെത്തിപ്പിച്ച ശുചിക്കുട്ടൊക്കെ കട്ടിയിൽ മുറിക്കും. കട്ടിയിൽ മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടില്ല, പൊള്ളുകയും ചെയ്യില്ല. കടുകടുന്നുണ്ടാവും വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവൻ കട്ടിയിൽ മുറിക്കാണ്ടിരിക്കാനാണ് ഞാൻ അവൻ്റെ കയ്യിൽ പിടിച്ച് കനം കുറച്ച് നൈസായി ചെത്തിക്കുന്നത്. ഇങ്ങനെ പതറിയിട്. ശരി, ഇങ്ങനെ പതറിയിട്. അങ്ങനെ പതറിയിരുന്നു, എന്നാലും ഉണങ്ങി. അപ്പോൾ ഇതൊക്കെ നന്നായി വെയിലത്ത് ഉണങ്ങിയ ശേഷം നമ്മൾ ഇതൊക്കെ വറുത്തെടുക്കും ആവശ്യത്തിന്. കപ്പ നന്നായി ഉണങ്ങിയിട്ടുണ്ട്, പിടിക്കി ഉണക്കിയത്. നമുക്ക് വാരുക. ഇവിടെ പിടിക്ക്. അങ്ങനെയല്ല, അതിൽ പിടിക്കുക, അവിടെ പിടിക്കുക. ഞാൻ പിടിക്കുക. റെഡിയായി. ഇതാ ചിപ്സ്, കൊള്ളി ചിപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വറുത്തെടുക്കാം. അപ്പം തീ കത്തിക്കട്ടെ ആദ്യം.
ചീക്കുട്ട എണ്ണ ചൂടായി വറ്റി ഒരു പൊടി പാരിയിട്ട് ഒരു പൊടി പാരിയിട്ട് വറുത്തെടുക്കാം നമുക്ക്. ശരി അത്ര ഇട്ടോ. ശരി ശരി തീക്കോ. ചിരിക്കുട്ടി ഭാര്യ ഭാര്യ ഇടും. മതി 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 ഇളക്ക് ചിരി ഇളക്ക് 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 നന്നായി ഇളക്ക്. സ്പൂണായിട്ട് ചിരിക്കുട്ടി ഉപ്പും മുളകും പൊടി എല്ലാവിടെയും പാത്രം. അങ്ങനെ ഒന്നായി ഇടാൻ പറ്റില്ല. സ്പൂണും കൊണ്ട് സ്പൂണും കൊണ്ട് ഇടാൻ പറ്റില്ല. ഒന്നായിട്ട് ഇടാൻ പറ്റില്ല. കുറച്ച് കുറച്ചായിട്ട്. നോക്ക് പണി കഴിച്ചത്. ശരി ശരി മതി. ഉപ്പുമുളകൊക്കെ നന്നായി പിടിക്കട്ടെ ശരിക്കട്ടാ. ഉപ്പുമുളകൊക്കെ എല്ലാവിടെയും കലർന്ന് പിടിക്കട്ടെ. എടുത്ത് കഴിച്ചോ. സൂപ്പറായിട്ടുണ്ട് കൊള്ളി ചിപ്സ്. അപ്പൊ ഇത് വാട്ടുകപ്പമാതിരി നമുക്ക് കടുകൊക്കെ ഇട്ട് താളിച്ച് കറുവേപ്പിലി അപ്പൊ ഇതിങ്ങനെ വറുത്ത് കഴിക്കാൻ പറ്റും. പിന്നെ പച്ചയിൽ തന്നെ ചീകിയ ശേഷവും വറുത്ത് കഴിക്കും. ഉപ്പുമുളകൊക്കെ ഇട്ട ശേഷം. പിന്നെ ഇത് എത്ര കാലം വേണമെങ്കിൽ കേട് കൂടാണ്ടിരിക്കും. നമുക്കിങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെറി വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇത് വറുത്ത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഒരു വർഷമൊക്കെ ഇരിക്കും ഇത് കേട് വരാണ്ട് പുഴുക്കി ഉണക്കിയത് കൊണ്ട്. പിന്നെ ഇതിന് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെക്കും. കുതിർത്തിയ ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളമില്ലാണ്ട് വേവിക്കും. കുറച്ച് വെള്ളത്തിൽ വേവിച്ച ശേഷം ഉപ്മാവ് മാതിരിന് താളിച്ചെടുക്കും. കടുക്, ഉള്ളി, പച്ചമുളക്, തേങ്ങയൊക്കെ ചിരകിയിട്ട് എല്ലാം കൂടി ഇട്ട് താളിച്ച ശേഷം ഇത് ഇട്ടിട്ട് ഉപ്മാവ് മാതിരി ഉണ്ടാക്കി തിന്നും. നല്ല ടേസ്റ്റാണ്. പണ്ടുള്ള ആളുകളൊക്കെ ഇത് കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഇല്ലാത്ത സമയത്ത് മഴക്കാലങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യും. വാട്ടുകപ്പ പറയുക അതിനെ. അതിങ്ങനെ ക്രോസിലാണ് വെട്ടുക. അങ്ങനെ ചരിച്ച് വെട്ടും. ഇത് പിന്നെ നെയ്സിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. വറ്റിലുണ്ടാക്കാനും. മുൻകാലത്ത് കർഷകർ റബ്ബർ കൃഷിയൊക്കെ ചെയ്യുന്ന കർഷകരൊക്കെ ഇത് തന്നെയാണ് അതിൻ്റെ മെയിൻ ആഹാരങ്ങൾ. അരി ആഹാരം, പിന്നെ ഈ കൊള്ളി. ഒരു കാലത്ത് കൊള്ളി ആഹാരം കഴിച്ചിട്ടുണ്ട് നിറയെ ആളുകൾ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ചിക്കൻ കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പോൾ കൊള്ളി ആഹാരം ഒന്നും ആർക്കും വേണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചിരിക്കുട്ട എല്ലാവർക്കും താങ്ക് യു.